തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 22-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: അവർ ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം അവർ പ്രതീക്ഷിച്ചില്ല. ഈ തിരുവചനം നമുക്ക് ഈ കാലഘട്ടത്തിൽ ധ്യാനിച്ചെടുക്കേണ്ട ഒന്നാണ്. വിശുദ്ധിക്ക് ഒരു പ്രതിഫലമുണ്ട്. പ്രിയ സുഹൃത്തായ ഒരു വൈദികൻ, ഒരുപാട് ദൈവം കൃപകളും വരങ്ങളും നൽകിയ ഒരു പുരോഹിതനാണ്. അദ്ദേഹം ഈയിടെ പങ്കുവച്ചു, പലപ്പോഴും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പറയും, കർത്താവെ, ഞാൻ അനുഷ്ഠിക്കുന്ന എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും ഞാൻ പിന്തുടരുന്ന എൻ്റെ ബ്രഹ്മചര്യവ്രതത്തിൻ്റെ ശക്തിയാലും ഈ നിമിഷം ഞാൻ ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ അനേകരുടെ ജീവിതത്തിൽ അദ്ദേഹം കാണാറുണ്ട്. നോക്കുക, തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശക്തി മാത്രമല്ല, അദ്ദേഹം അനുഷ്ഠിക്കുന്ന ബ്രഹ്മചര്യത്തിനും ഒരു ബലമുണ്ട്. എനിക്കറിയാവുന്ന ഒരമ്മ ഓരോ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും കർമ്മലമാതാവിൻ്റെ സ്തുതിക്കായി അവർ വളരെ ത്യാഗപൂർവം ആ ദിവസത്തെ ക്രമപ്പെടുത്തും. വെള്ളിയാഴ്ചകളിൽ ഉപവസിക്കും. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ കൊണ്ട് തൻ്റെ ജീവിതത്തെ വിശുദ്ധമാക്കാൻ പരിശ്രമിച്ച ആ അമ്മയുടെ 2 മക്കൾ ദൈവ വിളി സ്വീകരിച്ച് ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായി മാറി. ഇവിടെയെല്ലാം നമ്മൾ ഓർക്കണം, വിശുദ്ധിക്ക് ഒരു പ്രതിഫലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തീരുമാനിക്കാം.